ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കി. അലൈക്കും അലൈക്കും സലാം. മതി, ഇത്രയും മതി. ഗഫൂർക്ക, ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ അല്ലേ? ഇത് എത്രയോ മനുഷ്യന്മാരെ രക്ഷപ്പെടുന്ന ആളാണ് ഞാൻ. ഹലോ. അല്ലാ ദാസ. അതെ, മക്കള് വിദേശത്തേക്കാ? ഈ ഗഫൂർക്ക നീ വന്നേ. മോനെ, ഇയാളെ കയറ്റി വിടണേ. മക്കളെ, ഇതുപോലുള്ള ഇടനിലക്കാരുമായി ബന്ധപ്പെട്ടല്ല വിദേശത്തേക്ക് പോകേണ്ടത്. ദാസ, അതിന് കേന്ദ്ര പ്രവാസി കാര്യ വകുപ്പിന്റെ അംഗീകാരമുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണോ? തൊഴിൽ ഉടമ്പടികളും ശമ്പള വ്യവസ്ഥകളുമൊക്കെ അതത് രാജ്യത്തെ ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തിയതാണോ? സർവീസ് ചാർജ് സർക്കാർ അംഗീകരിച്ചതാണോ എന്നൊക്കെ അറിയണം. പിന്നെ കൃത്യമായ രേഖകളും രസീതും വാങ്ങണം. എന്നിട്ട് വിദേശത്തെ തൊഴിൽദാതാവിനെ അറിയിച്ച് അവരുടെ ഉറപ്പ് കിട്ടിയിട്ട് പോരെ ഈ തൊപ്പിയും കുപ്പായും ഒക്കെ? ഇത്തരം സാഹചര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായിട്ടാണ് നോർക്കയും നോർക്ക റൂട്ട്സും ഒക്കെ ഉള്ളത്. അല്ലാതെ കാള പെറ്റു എന്ന് കേട്ടാലുടനെ റോയ്, നമുക്കെന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ്? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് മോനെ. നോർക്ക റൂട്ട്സ് എന്നും പ്രവാസി കേരളീയരോടൊപ്പം.